ആരോഗ്യവകുപ്പിനെതിരായ വിമർശനങ്ങളെ പ്രതിരോധിച്ച് സിപിഐഎം മുഖപത്രം. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയാകെ തകർന്നടിഞ്ഞുവെന്ന് വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം. ഇത്തരം പ്രചാരണങ്ങൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ജനങ്ങളെ ഭീതിയിലാഴ്ത്തും. മാറ്റം സാധ്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ 9 വർഷങ്ങളാണ് കടന്നുപോകുന്നതെന്നും ദേശാഭിമാനി എഡിറ്റോറിയൽ പറയുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളിയാണ് ചേരുന്നത്. മേഘന, ഗുഡ് മോർണിംഗ്. മുൻപ് മുഖ്യമന്ത്രി അടക്കം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി അടക്കം സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ഗൂഢാലോചന, സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു. അതിൽ മാധ്യമങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു എന്ന പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോൾ ദേശാഭിമാനിയിലെ ഈ എഡിറ്റോറിയലിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. അതിൽ പ്രധാനമായും വിശദീകരണ യോഗങ്ങൾ അടക്കം നടത്തി ഈ ആരോഗ്യവകുപ്പിനും സർക്കാരിനെതിരെയുമുള്ള പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ തന്നെയാണ് പാർട്ടിയുടെയും സർക്കാരിന്റെയും തീരുമാനം. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സിപിഐഎം പാർട്ടി മുഖപത്രം ദേശാഭിമാനി തന്നെ ഒരു എഡിറ്റോറിയലുമായി രംഗത്ത് വരുന്നത്. അതിൽ പ്രധാനമായും വിമർശിക്കുന്നത് പ്രതിപക്ഷത്തെയും കൂടെ മാധ്യമങ്ങളെയുമാണ്. അതിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും വലിയ തരത്തിൽ നുണപ്രചരണങ്ങൾ നടത്തുന്നു. ആ നുണപ്രചരണങ്ങളിൽ ജനങ്ങൾ വഞ്ചിതരാകരുത് എന്നുള്ളതാണ് പ്രധാനമായും പാർട്ടി മുഖപത്രം പറയുന്നത്, ദേശാഭിമാനി പറയുന്നത്. അതിൽ പലതരത്തിലും ഈ പൊതുജനാരോഗ്യ മേഖല തകർന്നു, കുത്തഴിഞ്ഞു എന്ന രീതിയിലുള്ള പ്രചരണമാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നത്. അതിന് മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട്. കൂടാതെ ഈ പ്രതിപക്ഷമടക്കം ഇത്തരം പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുന്നത് നാടിനെ ഒരു കലാപഭൂമിയാക്കാൻ ആണ് എന്നടക്കമുള്ള ഒരു പ്രചാരണമാണ്, ഒരു പരാമർശമാണ് ദേശാഭിമാനി മുഖപത്രത്തിൽ വരുന്നത്. അതിൽ പ്രധാനമായും താരതമ്യം ചെയ്യുന്നതും 2011 മുതൽ 16 വരെ UDF സർക്കാരിന്റെ കാലത്ത് എന്തായിരുന്നു ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ അടക്കം അവസ്ഥ. അത് ബെഡുകളില്ലാതെ, മരുന്നുകളില്ലാതെ, കൃത്യമായി ഡോക്ടർമാരില്ലാത്ത ഒരവസ്ഥയായിരുന്നു UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നത്. അതിൽ നിന്ന് വലിയ മാറ്റമാണ് പിണറായി സർക്കാരിന്റെ കാലത്ത്, ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടം മുതൽ ഉണ്ടായത് എന്ന കാര്യം എടുത്ത് ദേശാഭിമാനി പറയുന്നുണ്ട്. കൂടാതെ അതിൽ വലിയ മാറ്റം, അത് ഈ 2016 ശേഷം വലിയ മാറ്റം പൊതുജനാരോഗ്യ മേഖലയിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അതിനെ ഇകഴ്ത്തിക്കാട്ടാനാണ് UDFും BJPയും ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇനി UDFന് തിരിച്ചൊരു അധികാരത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള പരാമർശങ്ങൾ, അതുകൊണ്ട് വിദ്യാഭ്യാസം അടക്കമുള്ള, ആരോഗ്യമടക്കമുള്ള മേഖലകളെ തകർക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു.